അപ്പൊ നാനാചേട്ടനൊന്ന് വണ്ടിന്ന് പോണെന്നല്ല, കാറ്റൊള്ളാൻ വേണ്ടിട്ട് വരിക. കൊണ്ടോട്ടെ പാവല്ലേ. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ രാവിലെ നീറ്റ് വണ്ടിയൊക്കെ ഒന്ന് കഴുകി, മാറ്റൊക്കെ ഒന്ന് കഴുകി, എല്ലാ പടിയും കാട്ടി. ഇന്നലെ രാത്രിയല്ല രാവിലെ എന്തായാലും എണീക്കുമ്പോൾ മഴയാണ്. മഴ ഇങ്ങനെ പെയ്യുന്നു. അപ്പോൾ നമ്മൾ ഷീറ്റോടെ കയറിയിട്ട് വെള്ളമൊക്കെ ചാടിയിട്ട് വണ്ടിമൊക്കെ നല്ല രീതിയിൽ തെറിച്ച് ബോഡിമേക്കൊക്കെ. അപ്പോൾ ആ ഒരു ചെളിയൊക്കെ ഒന്ന് കളയാമെന്ന് കയറി ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചൊന്ന് കഴുകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മാറ്റൊന്ന് ഉഷാറായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:30 ആയിട്ടുണ്ട്. ഇവിടെ ആര്യ ടി വി വെക്കാനായിട്ടില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ടി വി വെക്കാം. 10 മണിക്കല്ല, ഇതിപ്പോൾ കയറും. 10 മിനിറ്റ് കഴിഞ്ഞാൽ ടി വി വെക്കാം. അപ്പത്തേക്ക് ചായ കുടിച്ച് കുളി കഴിയാ. പഞ്ചസാര ഇട്ട ചായ കൂടി ആക്കും പോലെ സ്പീഡില്ല. അപ്പോൾ അങ്ങനത്തെ പഞ്ചസാര ഇട്ട അങ്ങനെ അവില് പഞ്ചസാര ഇട്ടപ്പോൾ അവലും ചായയാണ്. അവലും ചായ ലാര്യ, അവലും ചായ. ഇത് മഴ പെയ്താക്ക അറിഞ്ഞോ? നല്ല ഉറക്കം ഇഞ്ഞ് പോകും. എൻ്റെ അകത്തേക്ക് നല്ല ഉറക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവലും കൂട്ടി ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ ഇറങ്ങും. ഓക്കെ. വേറെ സംഭവമുണ്ട്. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് 4 മണിക്കൂർ കഴിയും അതിൻ്റെ എന്താ പറയുക ബുക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഗ്യാസ് കഴിഞ്ഞു. ഈ ചോറ് എന്താണാവോ. എന്തായാലും ബുക്കും കൊണ്ട് ഞാൻ ഓഫീസ് വരെയൊക്കെ ഒന്ന് അതിലൊക്കെ ട്രിപ്പ് ഇട്ടുമ്പോൾ ഒന്ന് പോയൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പോവുകയാണ്. കാറ്റൊക്കെ കൊടുത്ത് പോകുന്നേക്കണേ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പക്ഷേങ്കിൽ സാധാരണ ഉള്ള കാലാവസ്ഥയല്ല എന്നുള്ളത്. രാവിലെ മഴ പെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ നല്ല മാറ്റമുണ്ട്. വെയിലില്ല, ചൂടില്ല, നല്ല സുഖമുണ്ട്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:50 ആയിട്ടുണ്ട്. 9:50 വണ്ടി കൈകൾ, ഒരു ചെറിയൊരു എഡിറ്റിങ് ഒക്കെ പാടെ കഴിഞ്ഞപ്പോഴേക്കായ സമയമാണ്. എണീക്കാനൊക്കെ ഒന്ന് നേരത്തെ എണീറ്റിട്ടൊക്കെ കേട്ടോ. ഏതാണ്ട് 7 മണി റേഞ്ചിലൊക്കെ നമ്മൾ എണീറ്റിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ നേരത്ത്, ഈ എണീറ്റ നേരത്ത് നമ്മൾ ഇറങ്ങുവാണ് ഊട്ടിക്കോളും ഓടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്കൊരു 7 മണിക്ക് എണീറ്റ് 7:30 ആകുമ്പോഴേക്ക് സ്റ്റാൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേങ്കിൽ നമ്മൾ എഡിറ്റിങ് വണ്ടി കൈകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നമുക്കത് പറ്റില്ല. ഇന്ന് BJPന്റെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. BJPന്റെ കൂടി വർക്കുണ്ട് ഇവിടെ. കാറ് ഇവിടെ ലെവലാക്കുക. ഒരു ലോക്കൽ കിട്ടി. ഇപ്പോൾ സമയമൊക്കെ ഒരുപാടായി. പക്ഷേങ്കിൽ ഗ്യാസായിട്ട് ഏറ്റവും വലിയ വിഷയമായിട്ട് കിടക്കണേ. 10:30 ആയി. 10:30ക്ക് നമുക്ക് ലോക്കൽ കിട്ടി. നിംസ് ഹോസ്പിറ്റലിലേക്ക് 30 രൂപ അവിടെ ഒരാളിട്ട് മടക്കം ഉണ്ടായിരുന്നു. അതും കിട്ടിയിട്ടുണ്ട്. ഗ്യാസിന്റെ കാര്യത്തിൽ കുറച്ച് വിഷയമാണ്. ഗ്യാസ് ഇപ്പം എന്താ അറിയില്ല. കേട്ടോ, ഇപ്പൊ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ വൈറലാവും. അപ്പൊ നിങ്ങള് അനിൽകുമാറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അനിൽകുമാറിനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? വെറുതെ വ്ളോഗ് റോട്ടിൽ കൂടെ നടന്ന് വ്ളോഗ് ചെയ്യാ. നിങ്ങൾ വിവാദമാവും കേട്ടോ. മൂപ്പരിക്ക് അയച്ചെടുക്കും ഞാനത്. നമ്മളെ ചാടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളെ ബസ് സ്റ്റാൻഡാണ്. എങ്ങനെ രാവിലെ ഒരു ബസ്സാണ് ഇവിടെ ഉള്ളത്. ആളുകളും വളരെ കുറവ്. രാവിലെ തന്നെ മഴയായിട്ടാ ആരും വരാഞ്ഞ്. വേറെ ഹോട്ടലെത്തിങ്ങനെ ചായ കുടിച്ചിട്ട് പോവാം. എല്ലായിടത്തും കാണിക്കും. ചിക്കനാ ഇതെന്നെ കാണുമ്പോൾ നമ്മളൊരു ഹാഫ് ബീഫാണോ ഒരു ഫുൾ ബീഫാണോ? ഒരു ഹാഫ് മതില്ലേ? ഹാഫ് ഒരൊറ്റ ഹാഫ് പോരെ? ഒരൊറ്റ ഹാഫ്. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഓട്ടോസക്കാരല്ലേ. സംഭവം ആളും ഓരോ ഹാഫ് എടുക്കേണ്ടി വന്നു കേട്ടോ. ഇതിൻ്റെ വണ്ടിയൊക്കെ അവിടെ ഒഴിഞ്ഞ് കിടക്കണം. നമ്മളൊന്ന് ചായ അടിച്ച് വന്നപ്പോഴേക്ക് എല്ലാവരും പോയി. ബാക്കത്തെ ആളുകളൊക്കെ മുന്നിക്കെത്തി. ഇതിൻ്റെ വണ്ടി അവിടെ ഒറ്റയ്ക്കായി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ലോക്കലും കൂടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലോക്കല് 30 രൂപയുടെ തന്നെ. അപ്പം നമ്മളിപ്പോൾ ആകെ 30ഉം 4ഉം 70 രൂപയ്ക്കാണ് ഓടിയത്. സമയമാണെങ്കിൽ ഒരുപാടായിട്ടോ. സമയം ഒരുപാടായി എന്ന് പറയുമ്പോഴേക്ക് 11:20 ആയി. 11:20. ഞാൻ ചായ കുടിക്കാൻ തന്നെ നമുക്ക് 100 രൂപ ചിലവാണ്.
കാരണം ഒന്നല്ലാതെ അവിലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയില്ലേ. 2 മണി വരെയെങ്കിലും നിൽക്കണ്ടേ, മൈലേജ് വേണ്ടേ, മൈലേജ് വേണല്ലോ. മൈലേജ് ഇല്ലെങ്കിൽ ശരിയാവില്ല. നമ്മള് ഫാൻ വെച്ചപ്പോഴേ ഫാൻ ഉണ്ടല്ലേ അപ്പൊ ധനേശേട്ടനൊന്നും വണ്ടിന്ന് പോണെന്നല്ല, കാറ്റൊള്ളാൻ വേണ്ടിട്ട് വരിക. കൊണ്ടോട്ടെ പാവല്ലേ, കുറച്ചേരം കൊണ്ടോളിട്ടോ. ചില്ലറ വേണ്ട, നന്ദി ഉണ്ടായാൽ മതി. നന്ദി മനസ്സിലായല്ലേ? നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? നന്ദി മാത്രമേ മതി. വണ്ടി പോയിക്കണം, തള്ളട്ടെ പോയി പോരി തള്ള 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 അല്ലെങ്കിൽ നല്ലൊക്കെ നല്ല സുഖാണേ, ആശ്വാസം. ഞാൻ പറഞ്ഞില്ലേ ആശ്വാസം. യാറേ കൂപ്പറേ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ മഞ്ചേരിയുള്ള ഡോക്ടർ ഡ്രൈവർ. ഹലോ, ശരി പോയാക്കാ. മഞ്ചേരി വണ്ടിയാണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ എപ്പോഴും വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ മേലെ ഇന്ത്യൻ ബേക്കറിന്റെ കസേറിലായിട്ടല്ലേ? നേരെ മനസ്സിലായി. ഓക്കെ. അപ്പൊ ചങ്ങന്മാര് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയണ ഏട്ടൻ ആദ്യം ഇത് കോയാക്കേ നാട്ടിൽ ലോക്കൽ പോയതാ. അപ്പൊ കോയാക്ക കുറച്ച് ചെട്ടയുണ്ട് ഒന്ന് കൊണ്ടാക്കി കൊടുക്കോ കൊണ്ടെന്നാക്കോ ചോദിച്ചു. മൂപ്പരിപ്പ നമ്മുടെ വാടകനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്താണ് വാടകനെ ചോദിച്ചിട്ടില്ല, 50 റുപ്യ. നാട്ടിൽ നിന്ന് ശരിക്കും കൊണ്ടുവരുമ്പോഴേക്ക് 50 റുപ്യ ഞങ്ങൾ വാങ്ങിക്കല്. പക്ഷെ മൂപ്പർക്ക് അറിയാം, മൂപ്പര് വാടകനെ ചോദിച്ചില്ല, മൂപ്പര് ഒറ്റയ്ക്ക് തന്നു. മൂപ്പര് എന്നും ആക്രി പൊറുക്കി എടുക്കുന്ന ആളല്ല, പലചരക്കിന്റെ കട നടത്തുന്ന ആളാണ്. എന്തെങ്കിലുമൊക്കെ വർഷത്തിൽ 1-2 അല്ലെങ്കിൽ 3-4 പ്രാവശ്യമൊക്കെ അല്ലേ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ ചട്ടയും കുട്ടയൊക്കെ കൊടുക്കാന്. അപ്പൊ അത് കൊടുക്കാൻ മൂപ്പർക്ക് അറിയാം മാന്യമായിട്ടുള്ള കൂലി എത്ര കൊടുക്കണം എന്നുള്ളത്. അതാണ് മൂപ്പരെ കൃത്യമായിട്ട്. എനിക്കതിലൊന്നും പറയാനില്ല. ശരിട്ടോ കോയാക്കാൻ പോകട്ടെ എന്ന് പറയാനുള്ളൂ. ഇനിയിപ്പോ മഞ്ചേരി നമ്മൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ചേട്ടനാണ്. അപ്പൊ അദ്ദേഹം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ എനിക്ക് അന്ന് കാണാൻ വേണ്ടി പറ്റില്ല. അന്ന് ഞാൻ ചിന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്ന ടൈമാണ്. ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ മഞ്ചേരി റോട്ടിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞ ആള്. ഞാൻ പിന്നെ ആളെ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. പിന്നെ തപ്പി നടക്കണ്ടേ. ഇതെന്താ ബാറ്ററിയോ? ഇത് ഓട്ടാണ്. നിങ്ങളുടെ പേര് ഉണ്ണികൃഷ്ണൻ അല്ലേ? ഞാൻ മഞ്ചേരി വണ്ടിയാണ്. വണ്ടി മഞ്ചേരി വണ്ടിയാണതാ ഞാൻ കണ്ടു. ഞാൻ ഈ വണ്ടി കണ്ടപ്പോഴാ MJ അല്ലേ? ഓക്കെ. ഹലോ, പിടിച്ചോടി കുഴപ്പമില്ല. ഹലോക്ക് കൊടുക്കട്ടോ, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കാണാം. പോവാണോ? മഞ്ചേരിക്ക് പോവാണോ? മുപ്പത് ഇതിന് മുമ്പ് ഒരു ദിവസം വന്നായിരുന്നു അല്ലേ? അന്നെന്താ അറിയോ, അന്ന് ഞാൻ ഓളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടാക്കട്ടെന്ന് കരുതിയിട്ടും പോയി. ഇനി കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പ് പോകണ്ട്. ഞാൻ ഡയറക്റ്റ് ഈ ഓട്ടം തന്നെ ഓടല്. ബാറ്ററി കാളിയെ പോയി വരും. ഇത് കഴിഞ്ഞിട്ടാണ് ഇടക്കര പോകുന്നത്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുമ്പോ ഞാൻ എന്നെ ശ്രദ്ധിക്കലുണ്ട്. ഞാൻ എന്റെ വ്ളോഗ് ചെയ്യാൻ മഞ്ചേരി കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1000 വണ്ടി ചാക്കിട്ടോട്ടെ ഗ്രൂപ്പ് സെറ്റാക്കാം. പരിപാടി നല്ല ഉഷാറോട്ടെ, നല്ല നാച്ചുറൽ പരിപാടിയാണ്. കലർപ്പും കാര്യമൊന്നും ഇല്ലാതെ ഞാൻ രസമാണ്. ഇങ്ങനെ മറ്റേ വ്ളോഗ് കാണാനായിട്ട് ആരെങ്കിലും ഉഷാർ തോന്നും. പരിപാടിയൊക്കെ സെറ്റാണല്ലേ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് തിരക്കാവും. എനിക്കും തന്നെ ഞാനിപ്പോ 10:30 വരുന്ന തന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ വൈകി. ആയിക്കോട്ടെ പറയാം. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഓക്കെ, ഛർദിയൊക്കെ മാറി സാറേ. ആയിക്കോട്ടെ, കാണാം. ഇനി വരുമ്പോ വിളിക്കുന്നുണ്ടോ? നമ്പർ സേവ് ആണ് കേട്ടോ. ഞാനൊന്നും വേണ്ട പറഞ്ഞു. പക്ഷേ ഇതിൽ 100 റുപ്യ തന്നിട്ടോ. അപ്പൊ ആര്യക്കൊന്ന് മിഠായി എന്തായാലും വാങ്ങിക്കൊടുക്കും. ഇതൊക്കെ എന്താ വെച്ചാല് ഏട്ടങ്ങാറാണ്. കുഴപ്പമില്ല, നമ്മളെ ഏട്ടന്മാരല്ലേ അല്ലേ? എന്നാ പിന്നെ ഇവിടെ ഉണ്ട്, സ്റ്റാൻഡിലുണ്ട്. ഇന്നേ ശനിയാഴ്ചയാണ്. പക്ഷേങ്കില് ബാഡ് ശനിയാഴ്ച കേട്ടോന്ന്. ഓട്ടം മോശമാണ്. അല്ലാതെ മൊത്തത്തില് എനിക്ക് ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്. ഇന്നത്തെ ദിവസത്തിനോട് ഇഷ്ടമല്ല.
എന്താ പറ്റിയാവോ, ഇഷ്ടാവണില്ല ഇന്നത്തെ ദിവസം. ചങ്ങന്മാരാ, അൽഷിഫയിലാണ്, അൽഷിഫ ഹോസ്പിറ്റല് പെരിന്തൽമണ്ണ. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ചെക്കന് ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. അപ്പോൾ നാട്ടിൽ നിന്ന് അവനെ നിംസ് ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തതാണ് അൽഷിഫ ഹോസ്പിറ്റലിലേക്ക്. ഞാനിവിടെ തിരിച്ചു പോവാണ്. അപ്പോൾ എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പെരിന്തൽമണ്ണക്ക് ഇപ്പൊ നമുക്ക് ട്രിപ്പ് കിട്ടിയ സന്തോഷം വരുന്നില്ല. ഞാനേറെ അടുത്തറിയുന്ന ആളുകളാണ്. അപ്പോ ചെക്കൻ അങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു പറഞ്ഞപ്പോ ഇടങ്ങേറ്. നമുക്ക് 30 കിലോമീറ്റർ ആണ് വണ്ടൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. എന്തായാലും ഞാൻ വണ്ടൂർ എത്തട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് വന്നപ്പോ ഈ പൂപ്പാലം എന്ന് പറയുന്ന സ്ഥലം കാണിച്ചിരുന്നില്ല. ഇപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിരുന്നു, അവിടെ എൻ്റെ ഒരു പെട്ടിക്കട ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കാണാമായിരുന്നു എന്നൊക്കെ. എന്തായാലും ഞാൻ ഇവിടുന്ന് റിട്ടേൺ പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ ആ ഒരു മലനിര കാണാം. ഉണ്ടാവാം, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വണ്ടൂർ ടൗണിലേക്ക് എത്തിയിരുന്നു. 2:50 സമയം ഉള്ളത് വണ്ടൂർ ടൗണിലാണ്. ഇവിടെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വണ്ടി കുറവാണ്. 2:50 ഭക്ഷണം കഴിച്ചിട്ട് വരാൻ. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലേ കിളി പോറും. നമ്മൾ രാവിലെ 2 പൊറാട്ടയും ബീഫൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ പിടിച്ചിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇല്ലെങ്കിൽ പിടിച്ചിക്കാൻ വേണ്ടി കഴിയില്ല. കുഴപ്പമില്ല, നമ്മൾ എത്തിയില്ലേ, നീ നേരെ വീട്ടിലേക്ക്. ചോർന്നോ? എവിടേക്ക് ഞാൻ ഇതിലൊക്കെ കയറുന്നു? കത്തിയാണ്, കത്തിയമ്മ ചവിട്ടല്ലേ, കത്തിണ്ട്. അവിടെ കയറണം എന്തിനാ? കയറണ്ട, അങ്ങോട്ട് പോരും. ചൂടാണ് അവിടെയൊക്കെ, ചൂട് ഭയങ്കര ചൂട്. വീട്ടിലെത്തി 3 മണി. ഗ്യാസ് 2 ദിവസം കഴിയും കിട്ടാം കേട്ടോ. ചോറിനാട്ടെ. അതായത് മത്തൻ്റെലിൻ്റെ കറി, പിന്നെ തള വരട്ടിയത് ഉണക്കൽ. അതിനുള്ള അങ്ങനെ ഇതന്നെ അടിപൊളിയാണ്. വൈകുന്നേരം രാത്രി നമുക്ക് പറ്റുകയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. കുറച്ച് ചിക്കൻ വാങ്ങിയ ഒരു മുട്ട ആംപ്ലേറ്റ് ആണ് പോലെ. ചോറോ? എന്ത് ചോറ്? വൈകുന്നേരമായി ഞാൻ ഉച്ചക്ക് ചോറിനകത്തോണ്ട് മനസ്സിലായോ? ഉച്ചക്ക് ഞാൻ ട്രിപ്പ് പോയക്കല്ലേ. ഞാൻ ഇന്നൊരു നമ്മളെ വണ്ടി വിളിക്കണ ഒരാളെ വിളിച്ചു. ഓരോ കുട്ടിക്ക് സുഖമല്ല, ആശുപത്രിക്ക് പോകാനാണ് പറഞ്ഞാണ്ടേ. അപ്പം ഞാൻ പോയി, മനസ്സിലായോ? ഒരെനിക്ക് ഇന്നാൾ മാങ്ങ ഒക്കെ തന്നിരുന്നു. എനിക്കറിയില്ല, എനിക്കറിയും. ഓക്കെ, ഇന്നാള് ആ ഇമ്മല്ല, വേറെ കേട്ടോ. ഞാൻ ഇറങ്ങാണ്. ഇന്നെന്തിനാ രാത്രിയിൽ വൈകിട്ടൊക്കെ ആയിട്ട് മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട്. കാറ്റൊക്കെ അടിച്ചിങ്ങനെ അങ്ങനെ താളം തുള്ളി നിൽക്കുന്നുണ്ട്. പക്ഷെ സ്കൈയൊക്കെ കണ്ടിട്ട് അത്ര കണ്ട് ഇരുണ്ട് മൂടിക്കെട്ടൽ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ എന്താ എന്നോടോ? അതെന്തിനാ? അച്ഛമ്മോട് പറയാ മഴ കൊള്ളാന്, തലയിൽ കവറിട്ടിട്ട് മഴ പെയ്യുമ്പോൾ മഴ കൊള്ളാന്. എന്നാ കൊണ്ടോണ്ടു കുറച്ച് കേട്ടോ. ഞാൻ പോട്ടെ. ഞാൻ അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ പോകുന്നത് ഇലക്ട്രീഷ്യൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ ഹോർൺ റെഡിയാക്കണം. ഹോൺ അടിച്ചിട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ. ഹോൺ ഇല്ലെങ്കിൽ അത് ഒരു പരിപാടി നടക്കൂല. ഹോൺ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഹോൺ റെഡിയാക്കിയിട്ട് വേറെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഇതിൻ്റെ ഹോണ് കിട്ടണമെങ്കിൽ കുറച്ച് പണി. ഇവിടുത്തെ ഫൈബറൊക്കെ കഴിക്കണം. ഇതിലൊക്കെ മാറാല അലമാറ ഒക്കെ ഉണ്ട്. എനിക്ക് എണ്ണൊക്കെ മാറ്റാനായിന്. ഇല്ലല്ലോ, അത് പുതിയതാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ലൈറ്റ് കമ്മി ഉണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ നമ്മളുടെ ഹോണ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി 2 അടി അടിച്ചു നോക്കാം. കേൾക്കണ്ട? അതാണ് നമ്മളുടെ ഹോൺ. ഹോണില്ലാതെ നടക്കൂല. നമ്മൾ ഹോൺ ഞാൻ വല്ലാതെ അടിക്കലൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് അത്യാവശ്യമാണ്. ഹോണ് നിർബന്ധ വണ്ടിക്ക്. അതില്ലെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് ഇല്ലാത്ത മാതിരി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. ഒരു 40 രൂപയുടെ ട്രിപ്പ്. ഇവിടെ നോക്കി ഈ മൂച്ചിമ്മ കണ്ടങ്ങള് മാങ്ങയാണ് തൂങ്ങി കുലച്ച് നിൽക്കണേ. എന്താണ് കൈയെത്താൻ ദൂരത്താണ് അതുള്ളത്.
പണ്ട് നമ്മളൊക്കെ ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് സ്കൂൾ വെക്കേഷനിൽ ഇതേപോലെയൊക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും മൂച്ചിമ്മലാണ് അത്തരത്തിൽ കാണുന്നതെങ്കിൽ അത് പിന്നെ കാണൂല. നമ്മളെ കണ്ണ് കണ്ടതിന് ശേഷം പിന്നെ കാണൂല. അത് നമ്മൾ സേഫ് ആക്കിയിരിക്കും. ഇത് നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു ഏരിയ കേട്ടോ. ചാത്രാൻകോയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പാടത്തിന്റെ അക്കരെ നമ്മളുടെ വീടൊക്കെയാണ് വരുന്നത്. ഇവിടെ ഉണ്ടോ പാടത്ത് പിള്ളേർ പന്തളിക്കും. അതൊക്കെ നമ്മൾക്ക് തന്നെ ഈ വെക്കേഷനായ ഫുള്ള് ടൂർണമെന്റ് കളിയും ഇതിന്റെ രസം. നമ്മളുടെ ആ കുട്ടിക്കാലം അല്ലേ, ഈ വെക്കേഷനിൽ കോട്ടിക്കളി, പമ്പരം കുത്ത്, പട്ടം പറത്തല്, പിന്നെ കുളത്തിച്ചാടല്, പുഴയിൽ പോക്ക്, മാങ്ങ കട്ടറച്ചല്, പിന്നെ പാടത്ത് കൂടെ പറമ്പ് കൂടെ വെറുതെ അല്ലേ കളികള്, സാറ്റ് കളി, തൊട്ടുകളി, എന്തൊക്കെ വിധം കളികളുണ്ടായിരുന്നു. കളികളൊക്കെ ഇഷ്ടം പോലെ കളികളുണ്ടായിരുന്നു. ചേച്ചിമാര് ഏട്ടന്മാര് എല്ലാവരും ഉണ്ടാവും, നമ്മളുണ്ടാവും. കബഡി കളി ഒക്കെ നശിച്ചില്ലേ അല്ലേ? മൊബൈൽ വന്നതോട് കൂടിയിട്ട് കളികളൊക്കെ കുറഞ്ഞു. എന്തോ ഒരു സംഭവം നടക്കണ്ടാണ്. ആരോ വരുന്നുണ്ടായില്ലേ? അനിൽകുമാറാണോ ഡൗട്ടുണ്ട്. റോഡാകെ സ്തംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്ലോക്കായി, ഓട്ടം സ്വീപ്പായി. ഓക്കെ, ഹാപ്പി ആയില്ലേ? കോൺഗ്രസ് അല്ല BJP വരുന്നുണ്ട്. കാണാം, നമുക്ക് നല്ല പൊട്ടുമേളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാല് സ്ഥാനാർത്ഥിന്റെ പേരൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. കാരണം എവിടെ ഞാൻ പോസ്റ്ററോ കാര്യമൊന്നും കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കി. ഞാൻ എപ്പോഴും സ്ഥാനാർത്ഥിനെ തന്നെ കാണുന്നു. എന്തൊക്കെ ആയാലും റോഡ് ബ്ലോക്ക് കഴിഞ്ഞ് ഓട്ടം സ്ലിപ്പായി. ഓടാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം അത്ര കണ്ട് ബ്ലോക്ക് ആവും. ഇനിയിപ്പോൾ അവര് നാലുകുടി ജംഗ്ഷനിലേക്കാണ് പോണത്. അപ്പോൾ അതിപ്പോൾ ഏത് പാർട്ടി ആയാലും ഇത് തന്നെയായിട്ട് അവസ്ഥ. ഇവരെ മാത്രമല്ല പറയുന്നത്, ഏത് പാർട്ടി ആയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഒരു രസകരമായിട്ടുള്ള ട്രിപ്പ് കഥയാണ് ഇനി പറയാനുള്ളത്. ഞാൻ ആ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു ട്രിപ്പ് പോകുന്നതാണ്. അതായത് വണ്ടൂരിൽ നിന്ന് കാളികാവിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലമാണ് മരുതുങ്ങൽ എന്ന് പറയും. അപ്പോൾ ഈ മരുതുങ്ങലിലേക്കായിരുന്നു നമുക്ക് കിട്ടിയ ട്രിപ്പ്. ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം. 5 കിലോമീറ്റർ, കറക്റ്റ് 5 കിലോമീറ്റർ ദൂരത്തേക്കാണ് എത്തിയിരുന്നത്. 5 കിലോമീറ്റർ ദൂരത്തേക്ക് 110 രൂപയാണ് ഞങ്ങൾ മേടിക്കാറ്. അപ്പൊ ഞാൻ അവരോട് ജസ്റ്റ് എത്ര വാടക ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞവരോട്, അത് രസമുള്ള കഥ കേട്ടാ, ഞാൻ പറഞ്ഞവരോട് നിങ്ങൾ എത്ര കൊടുക്കാറെന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചതാ. കാരണം അവർ സ്ഥിരമായിട്ട് വണ്ടിക്കാ പോരലെന്നൊക്കെ അവരിങ്ങനെ പോരുന്ന എന്താ പറയാ, അങ്ങോട്ട് പോകുന്ന മധ്യേ അവരിങ്ങനെ എന്നോട് പറഞ്ഞു, വണ്ടിക്കാ പോവാറ്, നടക്കാൻ വയ്യ, ബസ്സിന് പോകാൻ വയ്യ, തിരക്കാണ് എന്നൊക്കെ. അപ്പൊ അവർ സ്ഥിരമായിട്ട് വണ്ടിക്കാ പോക്ക്. അപ്പൊ എത്ര കൊടുക്കലെന്ന് ഞാൻ അങ്ങോട്ടൊരു മര്യാദയുടെ ഭാഷയിൽ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അവർ 20 രൂപ കമ്മിയാക്കിയിട്ട് എന്നോട് പറഞ്ഞത്. 20 രൂപ കമ്മിയാക്കിയിട്ടാണ് 90 രൂപയാണ് കൊടുക്കാറെന്ന് പറഞ്ഞു. 90 രൂപ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്റെ കിളി മാറി. 90 രൂപയോ? അതിപ്പോ എന്താ 20 രൂപേന്റെ കമ്മിയാണ്. 100 രൂപ അറിയുമ്പോൾ 110 റൗണ്ട് ആക്കാതെ ചില ആൾക്കാർ 100 രൂപ ഒരു റൗണ്ട് ഫിഗർ പിടിച്ചിട്ട് അത് വാങ്ങിക്കുന്നുണ്ടാവാം. പക്ഷെ 90 രൂപ എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ മേടിക്കോ എന്നുള്ളത്. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ അവരോട് 110 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പൊ അവരെന്നോട് പറയാ, അതിപ്പോ എങ്ങനെ, ഞങ്ങള് സ്ഥിരമായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോരുന്നല്ലേ, ഇവിടേക്ക് ഞങ്ങൾ 90 രൂപയാണ് കൊടുക്കല്. ഇപ്പൊ ഈ പറഞ്ഞ മരുതുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അതിന്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന സ്ഥലമാണ് തച്ചങ്കോട് എന്ന് പറയുന്നത്. ആ തച്ചങ്കോട്ടേക്ക് 4 കിലോമീറ്റർ അതുപോലെ തന്നെ 4,100 വരും. അവിടേക്ക് കറക്റ്റ് ഞങ്ങൾ 90 രൂപയാണ് മേടിക്കാറ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ 100 രൂപയാവും. ഇത് അവിടെ നിന്നും കഴിഞ്ഞ് കുറച്ചവിടെ പോയിട്ടാണ് ഈ 5 കിലോമീറ്റർ ആവുന്നത്. എനിക്ക് 100 കിട്ടിയതുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. 100 രൂപ കിട്ടിയെന്തായാലും. ചെങ്ങമര ഞാനേ പോയി വന്നപ്പോഴേക്ക് ഇവിടുത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞ് വണ്ടിയൊക്കെ കമ്മിയായി, ഓട്ടോ സ്റ്റാൻഡൊക്കെ ഓക്കെ ആയി. എടാ വണ്ടി ഭാഗം പെട്ടെന്ന് തീർന്ന ബ്ലോക്ക് ഇട്ടാ. ഞാനും ധനേശേട്ടനും ചായക്ക് പോവാണ്. സമയമൊക്കെ കുറേ ആയി. ധനേശേട്ടൻ എൻ്റെ ഒപ്പം മാത്രമേ ചായ കുടിച്ചു. എന്ത് ധനേശേട്ടാ? ഒന്നുമില്ല, വിളിക്ക് മാത്രം പോരും. ഞാൻ വിളിക്ക് മാത്രം പോരുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പുകവലിയില്ല, മുറുക്കില്ല, മദ്യപാനമല്ല, പിന്നെ മറ്റുള്ള ലഹരികളൊന്നുമില്ല. അയാളൊക്കെ ഭയങ്കര ബിസിയാണ്. പിന്നെ ഈ ചായ ഇതുമില്ല. ഇത് പിന്നെ ഞാൻ ശീലമാക്കി. പക്ഷെ എന്താ പറയുക, ഇങ്ങനത്തെയൊക്കെ ഒരു മനസ്സിന് അവിടെ നിന്ന് കിട്ടാനാണ്. ഒരു പെണ്ണുണ്ടെങ്കിൽ പറയട്ടോ, കെട്ടിച്ചാനാണ്. ഇങ്ങനെയൊക്കെ പെണ്ണ് കിട്ടാറ്. അതാണ് ആരിലൊക്കെ ഒന്ന് ധനേശേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി തരും. ധനേശേട്ടൻ അതാണ് ധനേശേട്ടൻ. പാവാണ്. സാധാരണ എന്നും പഴംപൊരി എടുക്കല്.
പിന്നെ സമൂസ എടുത്തേക്കണം രണ്ട് ആള് ചിക്കനും തന്നെ ഈ നോൺ വെജ് വല്ലാതെ കഴിക്കൂല കേട്ടോ. അവിടെ ലാഭം കഴിക്കും, പക്ഷെ എന്നാലും വലിയൊരു ഈ മന്തി ഉന്തി പറഞ്ഞാണ്ട് റോസ്റ്റ് ഷവർമ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലാക്കില്ല അല്ലേ. ഷവർമ കഴിച്ചോണോ? ഇതുവരെ കഴിച്ചില്ല. ബ്രോസ്റ്റ് കഴിച്ചോണോ? ബ്രോസ്റ്റ് കഴിച്ചില്ല. മന്തി കഴിച്ചണോ? മന്തിയും കഴിച്ചില്ല. കേൾക്കണങ്ങൾ ഒരു മനുഷ്യൻ ഇയാൾ എൻ്റെ അപ്പം നടന്ന് നാസാക്കണ ഇയാളെ. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞാൻ, പക്ഷേങ്കിൽ പാവം തോന്നിയിട്ടേ വിടാണ്. ചായ ഇപ്പം ഞാൻ ഏതാണ്ടൊക്കെ ശീലാക്കിയിരുന്നു. ഇനി നമുക്ക് തുടക്കം ചായമെന്നാണ്. ഇനി ഞാൻ അവൻ്റെ മേലേക്കുള്ള വെള്ളം വരെ കുടിപ്പിച്ചു. അത് എത്ര ആയാലും കുടിക്കില്ല. നല്ല അനുഭവം ഉണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ സമയം 8:30. ഞാനിപ്പോഴും ലൈനിലേക്ക് തന്നെയാണ് പോകുന്നത്. നേരത്തെ ലോക്കൽ കഴിഞ്ഞ് രണ്ടാമത് ഒരു ലോക്കലെടുത്ത് പുതിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിലേക്ക് തന്നെ പോവാണ്. ട്രിപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും 9 മണി വരെ ഇരിക്കാം എന്നാണ് കരുതുന്നത്. പിന്നെ ഇവിടെ ഇരുന്നാലും നാട്ടിൽ നമുക്ക് ഇരുത്താണ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ ലോക്കലിലും കിട്ടും എന്ന് എഴുതിയിട്ടാണ്. ചെങ്ങൈമാരെ നമ്മൾ നിന്നത് വെറുതെ ആയില്ല. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:40 ആയിട്ടുണ്ട്. ഞാനിപ്പോ പോയി വരുന്ന ട്രിപ്പ് ഒരു 200 രൂപയുടെ ട്രിപ്പായിരുന്നു. മോനെ ഇതല്ലേ നമ്മളെ സ്ഥിരം പ്രശ്നം കേട്ടോ. പക്ഷെ ഇതിൻ്റെ സ്ട്രോബെറി ഇല്ല. ഇതിനെത്ര? ഇതിന് മുഖപ്പണ പെൺകുട്ടികളെ 300. ഇതൊന്ന് തൂക്കി ഒന്ന് തൂക്ക്. സ്ട്രോബെറി എന്തില്ലാത്ത 10 വരുന്നത്. എൻ്റെ ട്രിപ്പ് ഇപ്പോഴല്ലേ കഴിയണല്ലേ. അപ്പോൾ ആര്യക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ഉണ്ണിയേട്ടൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ആര്യക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. സ്ട്രോബെറി അല്ലെങ്കിൽ എന്താ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനത്തെയൊക്കെ ഫ്രൂട്ട്സ് എവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഞാനൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലോ. എന്നാ ഇവിടെ ഒരു വല്യച്ഛ വാങ്ങി തന്നതാട്ടോ. ഡാൻസ് ഒക്കെ കളിച്ചില്ലേ, സ്കൂളിൽ സമ്മാനം കിട്ടിയില്ലേ? ആ വെറുതെ പറഞ്ഞു കൊടുക്കാം. വല്യച്ഛ വാങ്ങിയതാണ് പറഞ്ഞിട്ടുള്ളൂ. ഒപ്പ് സന്തോഷമായി. ഏത് വല്യച്ഛന്ന് ഒപ്പ് എന്താ വെച്ചാൽ എന്തായാലും കൊണ്ടുപോകണേ. ഫ്രൂട്ട്സ് കാണും പോലെ ഫ്രൂട്ട്സ് അല്ലേ. എന്താ കറി? കഴിക്കണ്ട. ആ ഞാൻ കറിവെക്കാനൊന്നും വാങ്ങിയിട്ടില്ല നേരത്തെ. ഇന്ന് നമ്മൾ ഇവിടെ 360 എത്ര കൂടി എന്നുള്ള ഇപ്പം തന്നെ പറയാം. 360 390 390 1300 ഓടിക്കണം. പക്ഷേ എങ്കിലും എന്താ പ്രശ്നം ചോദിച്ചാൽ, പ്രശ്നമല്ല, നമ്മൾ പെരുന്തമണ്ണക്ക് പോയില്ലേ, അതിൻ്റെ പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. അതിൻ്റെ പൈസ എന്താ വെച്ചാൽ ഒരു ഹോസ്പിറ്റലാണ്, എമർജൻസി കേസിലാണ്. കുട്ടി ആക്സിഡൻ്റായിട്ട് വീണു. അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മനെ കൊണ്ടുപോയതാണ്, ഉമ്മാനെ കൊണ്ടുപോയതാണ് ഞാൻ. അപ്പോൾ നമ്മളവിടെ വാടകയും ചോദിച്ചിരിക്കല്ല വേണ്ടത്. കുറച്ച് വാടക എത്ര ചോദിച്ചിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് മതി, അപ്പോൾ നോക്കാം നമുക്കത്. അപ്പോൾ കുട്ടീൻ്റെ കാര്യം ക്ലിയറാക്കി. അവനൊന്നും പറ്റാക്കട്ടെ. എന്താ പറയുക, അതൊരു വിഷമമായി. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ പൈസ ഒന്നും വാങ്ങിയില്ല. നമ്മൾ സാധാരണ ഞാനൊക്കെ തന്നെ ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാറുള്ളൂ. ഒരവിടുത്തെ ഒരു ഇത് കഴിഞ്ഞ് സമാധാനത്തോടെ നമ്മളും ഒരുപാട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചാരിറ്റി പ്രവർത്തനത്തിൽ വരെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ അതിൻ്റെ ഒരു അവസ്ഥ എന്താ നന്നായിട്ട് അറിയാം. അപ്പോൾ അതാണ് നമ്മൾ ഓടിയ പൈസ. ബാക്കിയൊക്കെ ഇനി നാളെ. പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. നല്ല വീഡിയോ പറഞ്ഞാൽ നാളത്തെ ദിവസം എങ്ങനെ നമുക്ക് നാളെ നോക്കാം.